നമസ്കാരം. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയെയും റിലയൻസ് ഹോം ഫിനാൻസിന്റെ മുൻ പ്രധാന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 24 പേരെ സെബി വിലക്കി. വായ്പാ സ്ഥാപനമായ റിലയൻസ് ഹോം ഫിനാൻസിലെ ഫണ്ട് വകമാറ്റി തിരിമറി നടത്തിയതിനാണ് നടപടിയെടുത്തത്. കമ്പനിയിലെ പണം വകമാറ്റി ചെലവിട്ടതിനാണ് 5 വർഷത്തെ വിലക്കും 25 കോടി രൂപയും പിഴ ചുമത്തിയത്. റിലയൻസ് ഹോം ഫിനാൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന മുൻ ഉദ്യോഗസ്ഥർക്കും 24 സ്ഥാപനങ്ങൾക്കുമെതിരെയും നടപടിയുണ്ടെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. റിലയൻസ് ഹോം ഫിനാൻസിലെ പ്രധാന ഉദ്യോഗസ്ഥരും നടപടി നേരിടണം. അനിൽ അംബാനിക്ക് 25 കോടി രൂപ പിഴ ചുമത്തുകയും സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ഈ കാലയളവിൽ ബന്ധപ്പെടുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. റിലയൻസ് ഹോം ഫിനാൻസിനെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന് 6 മാസത്തേക്ക് വിലക്കുകയും 6 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. RHFLന്റെ പ്രധാന മാനേജറുടെ സഹായത്തോടെ പണം തട്ടിയെടുക്കാനുള്ള പദ്ധതി അനിൽ അംബാനി ആസൂത്രണം ചെയ്തതായി സെബി കണ്ടെത്തി. ഡയറക്ടർ ബോർഡ് വായ്പാ രീതികൾ അവസാനിപ്പിക്കാൻ ശക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും കോർപ്പറേറ്റ് വായ്പകൾ പതിവായി അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിലും കമ്പനിയുടെ മാനേജ്മെന്റ് ഈ ഉത്തരവുകൾ അവഗണിച്ചുവെന്നും സെബി കണ്ടെത്തി. ADA ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ എന്ന സ്ഥാനവും RHFLന്റെ ഹോൾഡിംഗ് കമ്പനിയിലെ പരോക്ഷമായ ഷെയർ ഹോൾഡിംഗും അനിൽ അംബാനി തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ചു. ആസ്തികളോ വരുമാനമോ ഇല്ലാത്ത കമ്പനികൾക്ക് കോടികളുടെ വായ്പകൾ അനുവദിക്കുന്നതിൽ കമ്പനിയുടെ മാനേജ്മെന്റും പ്രൊമോട്ടർമാരും അമിത താൽപര്യം കാണിച്ചുവെന്നും സെബി പറയുന്നു. സെബി നടപടിയുടെ പശ്ചാത്തലത്തിൽ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഡയറക്ടറാകാനോ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാനോ അനിൽ അംബാനിക്ക് കഴിയില്ല. റിലയൻസ് ഹോം ഫിനാൻസിന് 6 മാസത്തെ വിലക്കും 6 ലക്ഷം രൂപ പിഴയും ചുമത്തി. റിലയൻസ് ഹോം ഫിനാൻസിലെ പണം അനധികൃത വായ്പകളിലൂടെ തട്ടിയെടുക്കാൻ അനിൽ അംബാനി പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് സെബിയുടെ കണ്ടെത്തൽ. RHFLന്റെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന അമിത് ബപ്ന, രവീന്ദ്ര സുധാൽക്കർ, പിങ്കേഷ് ആർ ഷാ എന്നിവരുൾപ്പെടെ 24 പേരാണ് വിലക്കുള്ള മറ്റുള്ളവർ. ഇവർക്ക് യഥാക്രമം 27 കോടി, 26 കോടി, 21 കോടി രൂപ വീതം പിഴ ചുമത്തി. റിലയൻസ് യൂണിക്കോൺ എന്റർപ്രൈസസ്, റിലയൻസ് എക്സ്ചേഞ്ച് നെക്സ്റ്റ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് ബിസിനസ് ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, റിലയൻസ് ബിഗ് എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്ക് 25 കോടി രൂപ വീതം പിഴ ചുമത്തി. 2022 ഫെബ്രുവരിയിൽ RHFL, അനിൽ അംബാനി, അമിത് ബപ്ന, രവീന്ദ്ര സുധാൽക്കർ, പിങ്കേഷ് ആർ ഷാ എന്നിവർ വിപണിയിൽ ഇടപെടരുതെന്ന് സെബി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഒന്നായിരുന്നു ഏഷ്യൻ അതിസമ്പന്നനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെ ഇളയ സഹോദരൻ അനിൽ അംബാനിയുടെ തകർച്ച. 1.83 ലക്ഷം കോടി രൂപയിലധികം ആസ്തിയുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പാളിസായി പാപ്പർ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിൽ അംബാനിയുടെ കഥ സമാനതകളില്ലാത്തതുമായിരുന്നു. ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ 11ാമത്തെ ധനികനായി വളരുകയായിരുന്നു അനിയന്റെ ഈ ദുരവസ്ഥ. ഒരു കാലത്ത് ജ്യേഷ്ഠനേക്കാൾ കേമനായിരുന്നു അനുജൻ. ആഗോള കോടീശ്വര പട്ടികയിൽ 6ാം സ്ഥാനം വരെ കണ്ടെത്താൻ അനിൽ അംബാനിക്ക് സാധിച്ചിരുന്നു. എന്നാൽ എവിടെയോ വെച്ച് താളം തെറ്റിയ അനിൽ അംബാനിയുടെ സാമ്രാജ്യം കടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതാണ് പിന്നീട് കണ്ടത്. 2020 UK കോടതിയിൽ പാപ്പരത്വം പ്രഖ്യാപിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിയിരുന്നു. വൻ കടക്കണിയിലായിരുന്നു അനിൽ അംബാനിയുടെ റിലയൻസ് ക്യാപിറ്റൽ. ഇതിൽ പണം നിക്ഷേപിച്ച ആയിരങ്ങളായിരുന്നു ആശങ്കയിലായത്. ഒടുവിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കൽ വന്നതോടെയായിരുന്നു നിക്ഷേപകർക്ക് ആശ്വാസമായത്. എന്നാൽ ഈ നടപടികൾ വൈകിയത് ആശങ്ക ഉയർത്തിയിരുന്നു.